പറയാനുള്ളത് ഇപ്പോഴത്തെ ഈ ഒരു മുഹൂർത്തത്തിൽ? എല്ലാവർക്കും സന്തോഷമുണ്ട്. ഇപ്പോൾ തുടങ്ങിയല്ലേ ഉള്ളൂ, അതിനെപ്പറ്റി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ തന്നെയാണ്. നേരത്തെ ഗോകുലേട്ടൻ പറയേണ്ടായിരുന്നു മീഡിയക്കാർ ഭയങ്കരമായിട്ട് വളച്ചൊടിക്കുന്നു കുറേ കാര്യങ്ങൾ. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? നിങ്ങൾ മീഡിയക്കാരുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ഞാനൊരു മീഡിയ സ്റ്റുഡൻ്റ് ആയിരുന്നു, അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ എനിക്കും എൻ്റെതായ ഒപ്പീനിയൻസ് ഉണ്ട്. ഞാനിതിലൂടെ പറയേണ്ട ആവശ്യമില്ല. ഇന്നിവിടെ അച്ഛൻ്റെ കാര്യത്തിൽ നല്ലായിരുന്നു വന്നത്, ചേട്ടൻ്റെ പടത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ കുറേ കുറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഗോകുലിൻ്റെ സിനിമ കാണാനാണ് വന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? വളരെ നല്ല സിനിമയാണ്. നല്ലൊരു സയൻസ് ഫിക്ഷൻ ജോണ്ടറിലാണ് പോയിരിക്കുന്നത്. മലയാളത്തിൽ അങ്ങനെ ഞാനൊരു സിനിമ കണ്ടിട്ടില്ല. അപ്പം വളരെ നല്ല പടമാണ്, നല്ല കോമഡിയാണ്. സ്റ്റാർട്ട് തൊട്ട് അവസാനം വരെയും നല്ല എൻ്റർടൈനറാണ് പടം. ആർട്ടിസ്റ്റ് എല്ലാവരും അതിൻ്റെ ഡയറക്ടർ സാറിൻ്റെ ഒരു വിഷൻ നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് ആർട്ടിസ്റ്റ് എല്ലാവരും ശ്രമിച്ചിട്ടുണ്ട്. നല്ലൊരു ഔട്ട്പുട്ടാണ്. പടം വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. തൃശ്ശൂരുകാർ ഇതല്ല ഇപ്രാവശ്യം കൂടുതലുണ്ട്. അതെ കൂടുതൽ തൃശ്ശൂരുകാർക്ക് ഒരു പ്രയോജനം തന്നെയാണ് ഉറപ്പായിട്ടും. അത് ഇനി വരുന്ന ടേമിൽ നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് വികസനം എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. ഒന്നുകൂടെ ഈ ഒരു വികസനത്തിന്റെ മാതൃക മറ്റു ജില്ലകളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് അടുത്ത 2 വർഷത്തിനുള്ളിൽ? അറിയത്തില്ല, നമുക്ക് നോക്കാം. ശരിയാണ്. സുരേഷ് ചേട്ടൻ്റെ വിജയത്തിനെ കുറിച്ച് എന്താണ് സന്തോഷമാണ്. എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം ജനങ്ങൾ അങ്കിളിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഓക്കെ, കാരണം അത് കഴിഞ്ഞ ഇലക്ഷനും നമുക്കറിയാം നല്ലൊരു ഭൂരിപക്ഷത്തിലാണ് പുള്ളി വന്നിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യമാണ് ജനങ്ങൾ അത് ഏറ്റെടുത്തത്. അതുകൊണ്ട് സന്തോഷമുണ്ട്. നമുക്കിനി കാണാം. പുതിയൊരു മെമ്പർ ആ വീട്ടിൽ വന്നു ചേർന്നതിന്റെ ഒരു ഐശ്വര്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ എനിക്ക് കൊള്ളാം. അതാണ് ഉദ്ദേശിച്ചത്. അതെ. അല്ല, അത് അങ്ങനെ ഇല്ല. ഇപ്പം കല്യാണം കഴിഞ്ഞു, അതിനുശേഷം അങ്ങളുടെ റിസൾട്ട് വന്നു, ഇപ്പം ഗൂഗിളിൽ സിനിമ ഇറങ്ങി, എല്ലാം നല്ലതാണ്. നല്ലൊരു സമയമാണെന്ന് നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമ്മൾ ആ സമയം വേണ്ട പോലെ എല്ലാവരും സന്തോഷമായിട്ട് നടക്കുക. ഫ്യൂച്ചർ പ്ലാനുകൾ എന്താ? ഫ്യൂച്ചർ പ്ലാൻ, ഞാൻ ബിസിനസ്സാണ് നടത്തുന്നത്. അപ്പം അതിൻ്റേതായ കാര്യങ്ങളിലായിരിക്കും. ബാക്കി ഫ്യൂച്ചർ പ്ലാൻസ് എല്ലാം നിങ്ങളനുസരിച്ച് ചുറ്റിനുണ്ടല്ലോ, അറിയാൻ പറ്റും. ആക്ടറുടെ പേരെന്താ? സുരേഷ്. ആക്ടിംഗ് ഒന്നും നോക്കുന്നില്ല? ഇല്ല, തൽക്കാലം നോക്കുന്നില്ല. ആ ലുക്കുണ്ട്, അതുകൊണ്ട് ശരിയാണ്. അച്ഛനെതിരെ ഒരുപാട് ട്രോൾസും വളച്ചൊടിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പറയാത്ത കാര്യങ്ങൾ വരെ വളച്ചൊടിച്ചിട്ടുള്ള പ്രതിരോധങ്ങളായിരുന്നു അവർ നൽകിയിരിക്കുന്ന ആൾക്കാർ, ബാക്കിയുള്ള ആൾക്കാർ. അപ്പോൾ ശരിക്കും ഇതിൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനൊക്കെയാണ് എങ്ങനെയാണ്? ചേട്ടൻ്റെ ആയിരുന്നാലും അച്ഛനെ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടനൊരു വിഷമം തോന്നുമല്ലോ. പക്ഷേ നമ്മൾ എല്ലാവരും എന്താണ് പറയുക, ആൾക്കാർക്ക് പറയാനുള്ളത് പറയാം. അച്ഛനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം എന്ത് ഉദ്ദേശത്തിലാണ് അച്ഛൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആൾക്കാർ പറയുന്നത് അത്രയ്ക്ക് വലുതായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഭാര്യയുടെ കല്യാണത്തിന് നമ്മൾ ലൂർദ് പള്ളിയിൽ പോയിട്ട് ശരിക്കും ഒരു കിരീടം കൊടുത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, കിരീടം കൊടുത്തതിന് അവർ ശരിക്കും പറഞ്ഞാൽ അതൊരു ചെമ്പ് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ സുരേഷേട്ടനാണെങ്കിൽ ഒരു വൈബാടായി കൊടുത്തതാണ്. അതിനെ പോലും കളിയാക്കിയിട്ടും ട്രോളാക്കിയിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശരിക്കും നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു പ്രശ്നമുണ്ട് ഇല്ലേ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആൾക്കാർ പലതും പറയും, നല്ലത് ചെയ്താലും ആൾക്കാർ അതിനെന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. കെയർ ചെയ്തിട്ട് കാര്യമില്ല. അച്ഛൻ്റെ പണി നോക്കി പോവുകയാണ്. അച്ഛൻ നാട്ടുകാർക്ക് വേണ്ടി എത്രയൊക്കെ ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുന്നുണ്ട്. എത്ര വിമർശനം വന്നാലും ആൾക്കാർ കളിയാക്കിയാലും ട്രോൾ ചെയ്താലും അച്ഛൻ്റെ വർക്ക് മുന്നിൽ നിർത്തി, അച്ഛൻ്റെ കുടുംബത്തെ മുന്നിൽ നിർത്തി, അച്ഛൻ്റെ ആൾക്കാരെ മുന്നിൽ നിർത്തി തന്നെയാണ്, അച്ഛൻ്റെ നാട്ടുകാരെ മുന്നിൽ നിർത്തി തന്നെയാണ് അച്ഛൻ പ്രവർത്തിക്കുന്നത്. അതങ്ങനെ തന്നെ പോവുകയും ചെയ്യും. ആൾക്കാർ എന്തൊക്കെ വിമർശനം പറഞ്ഞാലും ഇല്ലെങ്കിലും അച്ഛൻ്റെ പണി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ
ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നതാണ് അച്ഛനും നേരത്തെയും പറഞ്ഞിരിക്കുന്നത്. ഞാൻ ജയിച്ച തൃശ്ശൂർ മാത്രമല്ല കേരളത്തിൽ മൊത്തം ഒരു ഗുണം ഉണ്ടാവും. അപ്പോൾ ആ ഗുണം ഉണ്ടാവും. പ്രധാനമന്ത്രി കാണാൻ പോയില്ലേ അച്ഛൻ? അവർ തിരിച്ച് കേന്ദ്രമന്ത്രിയായിട്ട് തിരിച്ചു വരട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതിൻ്റെ വഴി നടക്കത്തുള്ളൂ, നമുക്കതിലൊന്നും ഒരു സേ ഇല്ല. ആഗ്രഹം ഉണ്ടല്ലോ കേന്ദ്രമന്ത്രി ആയി കാണാൻ. വണ്ടി എടുക്കണമായിരുന്നു.